നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനായുള്ള സർക്കാർ ക്ഷണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂർണ്ണമായും തള്ളി. ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറി വി വേണുവിനെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ മടക്കി അയക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നടപടികളിലെ കടുത്ത അതൃപ്തി ചീഫ് സെക്രട്ടറിയോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നു പറഞ്ഞു. SFIക്കാർ തന്റെ കാർ തടഞ്ഞതിലടക്കം സർക്കാർ നടപടികളിൽ ഉണ്ടായ വീഴ്ചയടക്കം ഗവർണർ അക്കമിട്ടാണ് ചീഫ് ജസ്റ്റിസിനോട് പരാതിയായി പറഞ്ഞത്. നാലാം ലോക കേരള സഭയുടെ ഉദ്ഘാടകനായുള്ള സർക്കാർ ക്ഷണം തള്ളിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറി വി വേണുവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് അദ്ദേഹം രാജ്ഭവന്റെ പടി ഇറക്കിവിട്ടതടക്കമുള്ള വാർത്തയും വരുന്നുണ്ട്. SFIക്കാർ തന്റെ കാർ തടഞ്ഞതിലടക്കം എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ പല ചീഫ് സെക്രട്ടറിയോടാണ് അദ്ദേഹം വിശദീകരണം തേടിയത്. തിരുവനന്തപുരത്ത് ജൂൺ 13 മുതൽ 15 വരെയാണ് കേരള സഭ സംഘടിപ്പിക്കുന്നത്. 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ സഭയിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചേരുന്ന സഭയിൽ 200ഓളം പ്രത്യേക ക്ഷണിതാക്കൾ ഉണ്ടാകും. എമിഗ്രേഷൻ കരട് ബില്ല് 2021, വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസ നൂതന ആശയങ്ങൾ, കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും, നവതൊഴിൽ അവസരങ്ങളും നൈപുണ്യവും വികസനവും, കേരള വികസനം നവമാതൃകകൾ, വിദേശ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളും, മലയാളി പ്രവാസവും, വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള പരിവർത്തനവും, പ്രവാസികളും എന്നിങ്ങനെ 8 വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടാകും. കഴിഞ്ഞ തവണയും കേരള സഭയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വളരെ മോശമായി തന്നെയുള്ള രീതിയിൽ തനിക്കുണ്ടായ വളരെ മോശം അനുഭവങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ എന്താണ് ഈ സർക്കാർ ഈ ഒരു നടപടി സ്വീകരിച്ചത്. സാധാരണ ഒരു ഉദ്ഘാടകനല്ല ഗവർണർ എന്ന് പറഞ്ഞാൽ, ഗവർണർ എന്ന് പറഞ്ഞ പദവിക്ക് ഒരു മാന്യതയുണ്ട്. ഗവർണറിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട ഒരു പരിഗണനയുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങളുണ്ട്. ഇതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. സർക്കാർ ഗവർണർ പോരും മറ്റൊരു വശത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോർ അത്ര ചർച്ചയാകുന്നില്ലായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി നേരിട്ടാണ് അദ്ദേഹത്തെ രാജ്ഭവനിൽ പോയി ക്ഷണിച്ചത്. പക്ഷേ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അഥവാ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഗവർണർ ഒരു പക്ഷേ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് പൂർണ്ണമായും കാണുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനി സ്പീക്കറോ നേരിട്ട് പോയി ക്ഷണിക്കുമോ എന്നറിയില്ല. അങ്ങനെ അടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെയായിരുന്നു. ഈ നമ്മുടെ നിയമസഭ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിക്കാനായി പോയത് സ്പീക്കർ നേരിട്ടായിരുന്നു. അത്തരത്തിൽ നേരിട്ട് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയോട് പ്രതികരിച്ച അതേ രീതിയിൽ തന്നെയായിരിക്കുമോ പ്രതികരിച്ചത് എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്.